സാറേ, പഹൽഗാം അറ്റാക്കിന് സിന്ദൂർ ഓപ്പറേഷനിലൂടെ നമ്മൾ മറുപടി നൽകി. ഈ സിന്ദൂർ ഓപ്പറേഷനിൽ നമ്മൾ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചാണ്? ആയുധത്തിൽ നമ്മൾ വിമാനങ്ങളും കൂടി പെടുത്തണമല്ലോ. അതെ, കാരണം ഈ മുൻനിര ആക്രമണത്തിന് പറ്റിയത് നമുക്കറിയാം റഫാൽ ആണെന്നുള്ളത്. അപ്പോൾ റഫാൽ വിമാനങ്ങളാണ് മുൻനിരയിൽ ഉണ്ടായിരുന്നത്. 3 സേനകളും സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത്, കര, നാവിക, വ്യോമസേനകൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് സ്കാൽപ് എന്ന് പറഞ്ഞ മിസൈലും ഹാമർ ബോംബും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ സ്കാൽപ് മിസൈൽ യുക്രൈനിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്. യുക്രൈന് ഫ്രാൻസ് ധാരാളമായി കൊടുത്തിരുന്ന ഒരു മിസൈലാണിത്. ധാരാളം റഷ്യൻ കപ്പലുകൾ ഈ സ്കാൽപ് കൊണ്ട് യുക്രൈൻ മുക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ. അപ്പോൾ സമീപകാലത്ത് തന്നെ യുദ്ധത്തിൽ കഴിവ് തെളിയിച്ച മിസൈലാണ് സ്കാൽപ്. ഇതിന് ബ്രിട്ടൻ ഈ മിസൈലിനെ വിളിക്കുന്നത് സ്റ്റോം ഷാഡോ എന്നാണ്. അപ്പോൾ കൊടുങ്കാറ്റിൻ്റെ നിഴൽ എന്നൊക്കെ പരിഭാഷ ചെയ്യാവുന്ന പ്രയോഗമാണ് സ്റ്റോം ഷാഡോ. ഫ്രാൻസും ബ്രിട്ടനും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള മിസൈലാണത്. ലോങ് റേഞ്ച് എയർ ലോഞ്ച് ക്രൂസ് മിസൈൽ, ദീർഘദൂര റേഞ്ചുള്ള ദീർഘദൂര മിസൈലാണ്. വിമാനത്തിൽ നിന്ന് തൊടുത്തുവിടുന്ന ക്രൂസ് മിസൈൽ ആണ് അത്. ഇത് മാട്ര എന്ന് പറഞ്ഞ ഫ്രഞ്ച് സ്ഥാപനവും ബ്രിട്ടീഷ് എയറോസ്പേസും കൂടി ആണ് വികസിപ്പിച്ചത്. ഇപ്പോൾ അത് MBDA എന്ന കമ്പനി ആണ് ഫ്രാൻസിൽ പണിയുന്നത്. 3 കമ്പനികൾ ലയിച്ച് ഒന്നായ കമ്പനിയാണ് MBDA. ഈ ഫ്രഞ്ച് അപ്പാച്ചെ ആൻറ്റി റൺവേ ക്രൂസ് മിസൈൽ മുമ്പുണ്ടായിരുന്നു. അത് ആധാരമാക്കി പരിഷ്കരിച്ച് ഉണ്ടാക്കിയതാണ് ഈ സ്കാൽപ്. ഈ സ്കാൽപ് എന്നുള്ളത് ഈ ഷോർട്ട് ഫോം ആണല്ലോ. അതൊരു ഫ്രഞ്ച് വാചകത്തിൻ്റെ ചെറിയ രൂപമാണ്. ഫ്രഞ്ച് സിസ്റ്റമേ ദേ ക്രോയിസറെ ഓട്ടോണോമേ എ ലോങ്കെ പാർട്ടി എന്നാണ് ഈ ഷോർട്ട് ഫോം. അതിൻ്റെയാണ് സ്കാൽപ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ലോങ് റേഞ്ച് ഓട്ടോണമസ് ക്രൂസ് മിസൈൽ, അതാണ് സ്കാൽപ് എന്ന് പറയുന്നത്. ദീർഘദൂര ക്രൂസ് മിസൈൽ എന്ന് സ്കാൽപ്പിന് അർത്ഥമുള്ളൂ. വേറെ ആശയക്കുഴപ്പമൊന്നും അതിനെപ്പറ്റി ആവശ്യമില്ല. അപ്പോൾ സർഫസ് വെസൽസ്, അതായത് കപ്പലുകൾ, സബ്മറൈൻ മുങ്ങിക്കപ്പലുകൾ, അതിൽ നിന്നൊക്കെ ഇത് വിക്ഷേപിക്കാവുന്നതാണ്, വിമാനത്തിൽ നിന്ന് മാത്രമല്ല. അപ്പോൾ 2006 ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങി 2013 ജൂലൈയിൽ ഇത് സേനകളിൽ ചേർന്നതാണ് ഈ സ്കാൽപ് മിസൈൽ. ഇത് UK ഇത് അവർ വികസിപ്പിച്ച് ഈ സംയുക്ത വികസനം നടക്കുമ്പോൾ അവർ പേരിട്ടത് സ്റ്റോം ഷാഡോ എന്നായിരുന്നു. FREM ഫ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ യുദ്ധക്കപ്പലുകൾ, പിന്നെ ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻസ്, ഇതിനൊക്കെ എതിരെ ഇത് പ്രയോഗിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ കപ്പലുകൾ മുക്കാനും അന്തർവാഹിനികൾ മുക്കാനും ഒക്കെ ഇതുപോലെ ഒരു മിസൈൽ വേറെ ഇല്ലിപ്പോൾ ഇന്ന് ലോകത്ത്. 2023 ഉക്രൈന് ഇത് കൊടുത്തത് യുദ്ധം നടക്കുമ്പോൾ. അങ്ങനെ അവിടെ റഷ്യൻ കപ്പലുകളെ മുക്കി. 1300 കിലോ ആണ് അതിൻ്റെ വെയിറ്റ്. 450 കിലോയുടെ വാർഹെഡ് സ്ഫോടകം ആണ് അതിൽ ഘടിപ്പിക്കുക. 48 സെൻറ്റിമീറ്ററാണ് ഡയമീറ്റർ. പിന്നെ ചിറകിൻ്റെ വിങ് സ്പാൻ 3 മീറ്റർ. റേഞ്ച് 250 കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച്. പല വിമാനങ്ങളിൽ നിന്ന് ഇത് തൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റഫാലിൽ നിന്നാണല്ലോ, മിറാഷ്, റഫാല്, ടൊർണാഡോ. പിന്നെ SU-24 റഷ്യൻ വിമാനത്തിൽ നിന്നും ചെയ്യാം. F-35 അതിൽ നിന്ന് പറ്റില്ല, അമേരിക്കയുടെ F-35 ലൈറ്റ്നിങ് അതിൽ നിന്ന് പറ്റില്ല. ടൈഫോണിൽ നിന്ന് പറ്റും ഇത്. ഫയർ ആൻഡ് ഫ്രൈറ്റ് ഈ ലോഞ്ചിന് മുമ്പ്, അതായത് ഈ മിസൈൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പരിഷ്കാരമൊന്നും വരുത്താൻ പറ്റില്ല അതിൻ്റെ ഗൈഡൻസിൽ. ഫയർ ആൻഡ് ഫോർഗെറ്റ്
എന്നാണ് പറയുന്നത്. വിക്ഷേപിച്ചേക്കുക, പിന്നെ വിട്ടേക്കുക, മറന്നേക്കുക, ഫയർ ആൻഡ് ഫർഗെറ്റ്. ഇത് ലോഞ്ചിന് മുമ്പ് പ്രോഗ്രാം ചെയ്യുകയാണിത്. എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് നശിപ്പിക്കണം എന്നൊക്കെ. ആ നശിപ്പിക്കേണ്ട ലക്ഷ്യത്തിൻ്റെ ഒരു ഇമേജ് ഇതിൻ്റെ അകത്തുണ്ടാവും. ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ആ കയ്യിലുള്ള ഇമേജുമായിട്ട് ഒത്തുനോക്കും, ഇത് തന്നെയാണോ സ്ഥലം എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇതിലെ ക്യാമറയിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലോഞ്ചിന് മുമ്പ് പ്രോഗ്രാം ചെയ്യുന്നു, എവിടെ പോയി എങ്ങനെ വേണം എന്നുള്ളത്. ലോഞ്ചിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഈ ഫീൽഡ് ഓഫ് വ്യൂ വർദ്ധിക്കും. ഇതിൻ്റെ സ്ഥലം കൂടുതലായിട്ട് കാണും. എന്നിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇമേജുമായിട്ട് ഒത്തു നോക്കുകയാണ്. ലോഞ്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ മിസൈലിൻ്റെ മുകളിൽ നമുക്ക് നിയന്ത്രണമില്ല. അങ്ങനെയാണ്. ഈ ഹാമർ ബോംബാണ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ 9 കേന്ദ്രങ്ങളും തകർക്കാനായിട്ട്. നല്ല ജോറായിട്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ഒരു വിമാനം പോയിട്ടില്ല, ഒരു വിമാനം പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. ഹാമർ ബോംബ് AASM എന്ന് വിളിക്കപ്പെടുന്ന ബോംബ് ഹൈലി എജൈൽ മോഡുലാർ മ്യൂണിഷൻ എന്നുള്ളതിനാണ് AASM എന്ന് പറയുന്നത്. ഹൈലി എജൈൽ മോഡുലാർ മ്യൂണിഷൻ എക്സ്റ്റെൻഡഡ് റേഞ്ച്, അതാണ് ഹാമർ എന്ന് പറയുന്നത്. ഇത് എയർ ടു സർഫസ്, ആകാശത്തു നിന്ന് കരയിലേക്ക് അയക്കുന്ന ബോംബാണ്. സഫ്രാൻ, അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2 ആയുധങ്ങളും ഫ്രാൻസിൽ നിന്നാണ്. സഫ്രാൻ എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയാണ് ഹാമർ ബോംബുകൾ ഉണ്ടാക്കുന്നത്. ഡീപ്പ് സ്ട്രൈക്കിന് പറ്റിയ ബോംബുകളാണ്, നല്ല ആഴത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ബോംബുകളാണ്. 3 തരം ഉണ്ട് ഹാമർ ബോംബുകൾ. 2007 ആണിത് പണിതത്. പ്രധാനമായിട്ടും റഫാലിൽ നിന്ന് സ്പർശിക്കാനുള്ള ബോംബ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഹാമർ ഉണ്ടാക്കിയത്. അപ്പോൾ ശരിക്കുള്ളൊരു ടീം ആണ് പോയിരിക്കുന്നത്, റഫാലും ഹാമറും പോയിരിക്കുന്നത്. പ്രിസിഷൻ ഗൈഡഡ് ആണത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ നമ്മൾ ബാലക്കോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇസ്രയേലിൽ നിന്നൊക്കെയുള്ള സംഗതിയൊക്കെയാണല്ലോ തുളച്ച് കയറാനൊക്കെ പോയിരിക്കുന്നത്. നേരത്തെ നമ്മളൊരു ചർച്ച നടത്തിയിരുന്ന ഈ ലഹോറിലെ മറ്റേ ഭീകരതാവളം ജനവാസ കേന്ദ്രത്തിന്റെ അടുത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് ആക്രമിക്കാതിരിക്കാൻ എന്നൊക്കെ. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞിരുന്നു, അത് ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കൃത്യമായി തുളച്ച് തകർക്കുന്ന പ്രിസിഷൻ ഗൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന്. അങ്ങനത്തെ സംഗതികൾ തന്നെയാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. റഫാൽ വിമാനങ്ങൾ, പിന്നെ സ്കാൽപ്പ്, ഹാമർ ബോംബ് എന്ന് പറഞ്ഞാൽ അത്യാധുനികമായി ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളാണ്. സാർ, ഈ സ്കാൽപ്പ് മിസൈൽ പണ്ട് ഈ ഇറാഖിലെ IS വ്യോമതാവളങ്ങളെ തകർക്കാനായിട്ട് ഫ്രാൻസ് ഉപയോഗിച്ചു. അപ്പോൾ അതേ ഫ്രാൻസ് ഉപയോഗിച്ച സ്കാൽപ്പ് നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു അല്ലേ? നമ്മുടെ DRDO ഒക്കെ വന്നിട്ട് സാങ്കേതിക വിദ്യയിൽ അല്ലെങ്കിൽ ബാക്കി അപ്ഡേഷനൊക്കെ വരുത്തില്ലേ? അപ്പോൾ നമ്മൾ അത്രയും പ്ലാൻ കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു അല്ലേ? അതുകൊണ്ടല്ലേ 1971 യുദ്ധമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇസ്രയേല് നയതന്ത്ര ബന്ധമൊന്നും ആയിട്ടില്ല. കാരണം ഇസ്രയേലിന്റെ സ്ഥാനപതി കാര്യാലയമൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഇന്ദിരാഗാന്ധി ഗോൾഡ മേയറെ വിളിച്ചപ്പോൾ ഗോൾഡ മേയർ ഉടനെ, സ്ത്രീ തന്നെയായിരുന്നു അവർ പ്രധാനമന്ത്രി ഗോൾഡ മേയർ, അവരുടനെ ആക്ട് ചെയ്യുകയൊക്കെയാണ്. ഇന്ന് അങ്ങനെയല്ല, വളരെ എക്യുപ്ഡ് ആണ്. ഈ യുദ്ധം ഇവിടെ തീർന്നിട്ടൊന്നുമില്ല, തുടങ്ങി. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആക്ട് ഓഫ് വാർ നടന്നതായിട്ട് നമ്മൾ കരുതുന്നില്ല. ആക്ട് ഓഫ് വാർ എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്ത എന്താന്ന് വെച്ചാൽ പഹൽഗാമിലെ ആക്രമണം നടത്തിയവരുടെ ഭീകര കേന്ദ്രങ്ങൾ, നേരത്തെ ബാലക്കോട്ടും ഒക്കെ ചെയ്ത പോലെ ഒരു ആക്ഷൻ പോലെ ആ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചു. അതിൻ്റെ ഇമേജസ് നമ്മുടെ കയ്യിലുണ്ട്. ഇമേജസ് ഒക്കെ നമ്മളുമായിട്ട് സഖ്യത്തിലുള്ള ആയിട്ടൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇസ്രയേലും ഒക്കെ നമ്മുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. US വന്നല്ലോ, ഫ്രാൻസ്. ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ചെയ്തതെന്ന്. അപ്പൊ ഇവർക്ക് പണ്ടത്തെ പോലെ ഇപ്പം ബലേക്കോട്ടിലൊക്കെ ആക്രമണം നടത്തിയപ്പോൾ ഞങ്ങളെ ആക്രമിച്ചില്ല എന്ന് പാകിസ്ഥാൻ പറയുമായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം ഇത് വരുന്നതോടുകൂടി അറ്റാക്ക് ചെയ്തില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് നേരെ ഇന്ത്യ ചില ആക്രമണം നടത്തിയെന്നല്ലേ. സമ്മതിക്കാൻ പറയുമായിരുന്നു.
ഇന്നിപ്പോൾ പകുതിയെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറെ കള്ളവും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കള്ളങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവിടുത്തെ ചാനലുകൾ, പിന്നെ ARY ന്യൂസ് എന്നൊക്കെ പറഞ്ഞ ചാനലുകൾ, വാർത്താ ഏജൻസികളും ഒക്കെ ഈ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ മുമ്പ് തകർന്ന MiG-29 രാജസ്ഥാനിലൊക്കെ തകർന്നില്ലേ, ആ തകർന്ന ഇമേജസ് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ കള്ളം പറയാൻ. പക്ഷേ സിനിജി പറഞ്ഞ പോലെ നമ്മൾ ആക്രമിച്ചു എന്നും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.